ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മളടുത്ത് കാണാൻ പോകുന്നത് അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിരമാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തുമ്പോൾ വൈകുന്നേരമായി. നല്ലൊരു ക്ലൈമറ്റും കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ചെക്കിംഗ് ആണ്. അതിനകത്ത് പോകുന്ന സമയത്ത് വെൽ ഡ്രസ്ഡൊക്കെ ആയിരിക്കണം. പിന്നെ അതേപോലെ കുറേ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ബോട്ടിലിൽ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അകത്ത് നമുക്ക് വെള്ളം അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങളങ്ങനെ അകത്ത് കയറി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ആണുങ്ങൾക്ക് വേറെ, ലേഡീസിന് വേറെ, ജെൻസിന് വേറെ ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല ചെക്കിങ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു. ഞങ്ങളെല്ലാവരും കൂടെ മീറ്റ് ചെയ്തു. അങ്ങനെ നേരെ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത് വെച്ചാൽ പിങ്ക് സാൻഡ് സ്റ്റോണും പിന്നെ മാർബിൾസും കൊണ്ടാണ് മാത്രമാണ് കേട്ടോ. നമുക്ക് ഈ ഇരുമ്പിൻ്റെ ഒരു അംശം നമുക്കവിടെ കാണാൻ പറ്റില്ല. ഈ അമ്പലം നിർമ്മിക്കുമ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ 7 ഗോപുരങ്ങളാണ് ഇത് മെയിനായിട്ടുള്ളത് ഈ അമ്പലത്തിൽ. അപ്പോൾ 7 ഗോപുരങ്ങളെന്ന് പറയുമ്പോൾ അവർ 7 എമിറേറ്റ്സിനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കൊത്തുപണികൾ ഉള്ള ഒരു വലിയൊരു അമ്പലം തന്നെയാണ് ഈ ഒരു അമ്പലം. ഇപ്പം ഞങ്ങൾ വൈകുന്നേരം എത്തിയതുകൊണ്ട് അത്യാവശ്യം നല്ല ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റി. അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ. അത്യാവശ്യം നല്ല വലിയൊരു അമ്പലമാണ്. ഞങ്ങളന്ന് പോകുമ്പോൾ അവരുടെ ആ അമ്പലത്തിൻ്റെ സൈഡിലൊരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ ഞങ്ങൾക്ക് കാണാൻ ഇടയായി. അപ്പോൾ അത്യാവശ്യം ഞാൻ പറയാം, നല്ലപോലെ ഈ കൊത്തുപണികൾ ഫുള്ള് രാമായണം, മഹാഭാരതം, അതല്ലാതെ മറ്റു കഥകളും കൂടെ ചേർന്നിട്ടുള്ളൊരു കൊത്തുപണികളാണ് ഇത് ഈ അമ്പലം ഫുള്ളുള്ളത്. പിന്നെ നമുക്ക് ഈ അമ്പലത്തിൻ്റെ 2 സൈഡിൽ ഗംഗ, യമുനനെ പ്രതിനിധീകരിച്ച് 2 ജലധാരകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ബൈ ബൈ.